നമസ്കാരം. ഇന്ന് ഒക്ടോബർ 12 ഞായർ, കന്നി 26 ഇന്ന് ലോക സന്ധിവാത ദിനമാണ്. ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കുട്ടിക്കാലം മുതൽ ശരിയായ ഭക്ഷണ രീതിയും വ്യായാമമുറകളും ശീലിച്ച് രോഗപ്രതിരോധ ശേഷി കൂട്ടി സന്ധിവാതം ഒഴിവാക്കുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തി 2 എഫ്ഐആറുകൾ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. 2019 ദ്വാരപാലക ശില്പങ്ങളും ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ പാളികളും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി 474.9 ഗ്രാം സ്വർണം അപഹരിച്ചുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രതീഷ്, 2 കേസുകളാണ്. ഒന്ന് കട്ടിലപ്പാളിയിലെ സ്വർണ്ണമോഷണം, മറ്റേത് ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണമോഷണം. അങ്ങനെ 2 കേസുകളിലെ എഫ്ഐആറിൽ ഒരേ പ്രതികളാണോ ഉള്ളത്? ഇവരുടെ അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് ഇന്ന് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? സുഹൈൽ, സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അത് ഈ ശബരിമലയിലെ കട്ടിളപ്പാളികൾ, സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ ഒരു കേസും, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ കേസും. ഇതിൽ സ്വർണം കവർന്നുവെന്ന കുറ്റത്തിനാണ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും 9 ദേവസ്വം ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ഈ കട്ടിളപ്പാളികൾ, സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ 2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. 2019 ജൂലൈ മാസത്തിലാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 പാളികളും കൊണ്ടുപോയത് വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ അപഹരണം നടത്തി എന്നതാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട്, ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒപ്പം പ്രതികളായിട്ടുള്ള 9 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പത്തനംതിട്ട കേന്ദ്രീകരിച്ച ക്യാമ്പ് ഓഫീസ് തുടങ്ങി അന്വേഷണം നടത്താനാണ് SIT നീക്കം. ഒപ്പം അക്കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. കാരണം ദേവസ്വം ബോർഡ് പത്മകുമാർ ചെയർമാനായിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം ഹൈക്കോടതിയും അക്കാര്യം ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണ് അക്കാലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തും. വേണമെങ്കിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ഈ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമായും ഇനി കണ്ടെത്തേണ്ട ഒരു കാര്യം, 2019 കൊണ്ടുപോയ സ്വർണം പൊതിഞ്ഞ പാളി അത് തന്നെയാണോ തിരികെ എത്തിച്ചത് എന്നതാണ്. ഇക്കാര്യങ്ങളിലടക്കം ഈ ഒരു വിശദമായ പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകും. ഈ മാസം തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിലാണ് ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. അതിനു മുൻപായി ഒരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കുമെന്നൊരു സൂചനയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അതേ പാളി തന്നെയാണോ തിരികെ സന്നിധാനത്ത് എത്തിയത് എന്ന കാര്യത്തിലായിരിക്കും ആ ഒരു പരിശോധന നടക്കുന്നത്. ഇങ്ങനെയുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ നിയമവിദഗ്ധരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചർച്ചകൾ നടത്തിയിരുന്നു. മുൻകൂർ ജാമ്യം അടക്കമുള്ള ഒരു നടപടികളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം, സമഗ്രമായ പരിശോധനയായിരിക്കും ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുക, അല്ലെങ്കിൽ അന്വേഷണ സംഘം നടത്തുക. പ്രതീഷ്, ഇപ്പോൾ ഈ 2019 ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അതും ഈ അന്വേഷണ പരിധിയിലുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർത്തിരിക്കുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഈ ബോർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടോ പ്രതീഷ്?
ഉന്മേഷ ദേവസ്വം ബോർഡിന്റെ ഇടപെടലുകൾ ഉൾപ്പെടെ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിനായി തയ്യാറാക്കിയ ഉത്തരവിൽ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ കൃത്രിമത്വം നടത്തി എന്നതാണ്. ആ ദേവസ്വം സെക്രട്ടറിയുടെ നടപടി വളരെ ദുരൂഹമായി തന്നെ തുടരുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെ അറിവില്ലാതെ ഒരു ദേവസ്വം സെക്രട്ടറി അത്തരത്തിലൊരു ഉത്തരവ് തിരുത്തുമോ എന്ന കാര്യമാണ് പ്രധാനമായും ദേവസ്വം വിജിലൻസും പരിശോധിച്ചത്. ഇക്കാര്യത്തിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതിക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്, കോടതിയും പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തും. അക്കാര്യം ആ ദേവസ്വം ബോർഡ് ഇടപെടൽ ഉൾപ്പെടെ പരിശോധിക്കുമെന്നതാണ് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാമെന്ന് ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതിൽ എന്ത് നടപടി ദേവസ്വം ബോർഡ് സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ രീതിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം പോവുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം നിലവിൽ 474 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി അപഹരിച്ചു അല്ലെങ്കിൽ സ്വർണം കവർന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പക്ഷേ ആ ഒരു വ്യാപ്തി കുറച്ചുകൂടി കൂടുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ UB ഗ്രൂപ്പ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാത്രം ഏകദേശം 1.5 കിലോ സ്വർണം പൊതിയാൻ ഉപയോഗിച്ചുവെന്ന് പറയുമ്പോൾ, പക്ഷേ ഈ പിന്നീട് വന്ന 2019 ഇക്കാര്യം പരിശോധിക്കുമ്പോൾ ആ തൂക്കത്തിൽ ഉൾപ്പെടെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കവർന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്വർണത്തിന്റെ വ്യാപ്തി ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയും എന്തായാലും മുന്നിൽ കാണുന്നുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇന്ന് ഈ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മറ്റ് പരിശോധനകൾ സ്ട്രോങ് റൂമിന്റെ ഉൾപ്പെടെ പരിശോധന ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം കൂടുതൽ ഇത് പൂർത്തിയാവുന്നതോടുകൂടി തന്നെ ഈ സ്വർണം കവർന്നതിൽ കൂടുതൽ വ്യക്തത വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇന്ന് മുതൽ തന്നെ ഈ പ്രതികളെയും ഒപ്പം മറ്റ് ആരോപണ വിധേയരും ഒക്കെ തന്നെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷം, പ്രതീക്ഷ, ഈ സ്വർണം ഉരുക്കി അത് പാളി ഉരുക്കിയതിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു എന്ന് SIT തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര തോതിൽ മോഷണം നടന്നിട്ടുണ്ട്? ഈ പറഞ്ഞതുപോലെ മോഷണം പോയെങ്കിൽ ആ സ്വർണം എവിടെ? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരു വഴി ചെന്നൈയിലേക്കാണ് ഇപ്പോൾ നേരത്തെ പാളികൾ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരില്ലേ SIT? സുഹൈൽ, നിലവിൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഇതിൽ പ്രതിയല്ല, അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷനിലാണ് ഈ കൃത്രിമത്വം അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി സ്വർണ്ണ അപഹരണം ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. ഈ സ്വർണം കവർന്നതിനപ്പുറം ഈ ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളിയും സ്വർണം പൊതിഞ്ഞ ഈ കട്ടിളപ്പടിയും ഉൾപ്പെടെ മറ്റ് ഈ സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. വലിയ പണപ്പിരിവുകൾ ഇതിന്റെ പേരിൽ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ മറ്റ് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരുടെ പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ, സുഹൃത്തുക്കൾ, ഇവരുടെ ഉൾപ്പെടെ പങ്ക് അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ സ്മാർട്ട് ക്രിയേഷൻ പറയുന്ന കാര്യങ്ങളിൽ പോലും ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ സ്വർണം ഈ ഉരുക്കിയതിന് ശേഷം ലഭിച്ച സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ചും പല വൈരുദ്ധ്യങ്ങളുണ്ട്. അത് ഈ സ്വർണത്തിന്റെ അളവുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തിൽ നിന്ന് വലിയ വ്യത്യാസമാണ് പിന്നീട് ഈ ഉരുക്കിയ ശേഷം ലഭിച്ച സ്വർണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷന്റെ CEO-യെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തും. അങ്ങനെയെങ്കിൽ ആ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെത്തി പരിശോധന നടത്താൻ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വിശദമായ പരിശോധനയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഒപ്പം ഈ അറ്റകുറ്റപ്പണി നടത്താൻ സ്വർണം സ്പോൺസർ ചെയ്ത ആളുകളിലേക്കും പരിശോധന നടത്തും, അവരുടെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ ഒരു വിശദമായ മൊഴിയെടുപ്പിലൂടെയും ചോദ്യം ചെയ്യലിലൂടെയും ആയിരിക്കും പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 6 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും തീരുമാനം. ശരി, MG പ്രതീക്ഷയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് പരിശോധന തുടരുകയാണ്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധന ഇന്ന് പൂർത്തിയാക്കും.
തിങ്കളാഴ്ചയായിരിക്കും ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കുക. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ചെയ്യുന്നു. ജയശങ്കർ, ഇന്നത്തെ ഒരു പരിശോധനയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇന്നലത്തെ പരിശോധന എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഇന്ന് 11 മണിയോടുകൂടി തന്നെ വീണ്ടും പരിശോധന ആരംഭിക്കും. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളായിരിക്കും ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുക. ഈ ശില്പങ്ങളെ സംബന്ധിച്ചാണ് വലിയ തോതിലുള്ള വിവാദങ്ങളും മറ്റും ഉണ്ടായത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശില്പം ഡ്യൂപ്ലിക്കേറ്റ് സന്നിധാനത്ത് എത്തിച്ചുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശില്പങ്ങളുടെ പരിശോധന, ഇതിന്റെ മൂല്യപരിശോധന, മഹസർ വിവരങ്ങൾ ഉൾപ്പെടെ താരതമ്യപ്പെടുത്തിയുള്ള പരിശോധനയൊക്കെ തന്നെ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് തരത്തിലുള്ള ഉരുപ്പടികളാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചത്. ഇത് ഏതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ അതീവ രഹസ്യമായിട്ടാണ് ഈ പരിശോധന നിലവിൽ നടത്തി വരുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട ഒരു സമയക്രമം മാത്രമാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ നിലവിൽ ഈ സംഘത്തിൽ നിന്ന് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി നാളെ ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്താനാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ തീരുമാനം. വൈകിട്ടോടുകൂടി അദ്ദേഹം മലയിറങ്ങും. അതിനുശേഷം നാളെ രാവിലെ ആറന്മുളയിലെത്തി പരിശോധന നടത്തും. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തന്നെ മാധ്യമങ്ങൾക്കൊന്നും ഈ പരിശോധനയുടെ ഭാഗമാകാൻ നിലവിൽ അനുമതിയില്ല. അതീവ രഹസ്യമായാണ് ഈ പരിശോധനകൾ പൂർത്തിയാക്കി 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിനോടും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അവരുടെ ഒരു സാന്നിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ എടുത്ത കേസിൽ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പരിശോധനയ്ക്കായി സന്നിധാനത്തേക്ക് എത്തില്ല. പക്ഷെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയോ ഇല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ ഒരു പക്ഷേ ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയേക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ നിലവിൽ വിവരങ്ങൾ ലഭ്യമല്ല. ഇതുവരെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല. ഇന്നത്തോടുകൂടി സന്നിധാനത്തെ പരിശോധനകൾ പൂർത്തിയാക്കി നാളെ ആറന്മുളയിലായിരിക്കും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടാവുക. ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ഈ ഇന്നലെ ആരംഭിച്ചതാണല്ലോ. ഇതിനോടകം ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് അത് എവിടെ വരെ എത്തി, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ലഭ്യമാകുന്നുണ്ടോ ജയശങ്കർ? അതായത് ഉന്മേഷ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള മഹസർ, മറ്റു രേഖകൾ, നിലവിലുള്ള അളവ്, തൂക്കം, ഇതൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. സ്മിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഈ ഏത് തരത്തിലാണ് പരിശോധന നടത്തിയത്, എന്തൊക്കെ വസ്തുക്കൾ പരിശോധിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. ഈ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ അതീവ രഹസ്യമാണ് ഈ പരിശോധന. ഈ റിപ്പോർട്ട് കോടതിയിൽ നൽകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ സമീപിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി. അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിൽ പരിശോധന നടത്തുന്ന വിവരം ലഭ്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള പരിശോധന എന്നുള്ളതിന്റെ ഇതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിനും സംഘവും സന്നിധാനത്ത് പരിശോധന തുടരുന്നത്. ഉമേഷ്, എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ് ഷാഫി ഇപ്പോൾ ഉള്ളത്. MP ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവരങ്ങളുമായി YS അഭിനന്ദ് കോഴിക്കോടും ചെയ്യുന്നു. അഭിനന്ദ്, ഇന്നലെ പേരാമ്പ്രയിലടക്കം യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം അക്രമാസക്തമായി നമ്മൾ കണ്ടതാണ്. സമാനമായി കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഇന്ന് കോൺഗ്രസും UDF കടക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം ഷാഫി പറമ്പിൽ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഷാഫി പറമ്പിലിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് മൂക്കിനൊരു പൊട്ടലുണ്ടായിരുന്നു. ആ മൂക്കിന്റെ പൊട്ടലാണ് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. ഇന്നലെ തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചു. ഇന്നലെ തന്നെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഷാഫി പറമ്പിലിനെ ആക്രമിച്ച നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് നഗരത്തിലും പേരാമ്പ്രയിലും
പേരാമ്പ്രയിലും DCC സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായിരുന്നു. പിന്നീട് പേരാമ്പ്രയിൽ വലിയ നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചു. പിന്നീട് ഇനി അങ്ങോട്ടും പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനം. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസും കടക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഇന്ന് കൂടുതൽ പ്രമുഖ നേതാക്കൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തി ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്നുണ്ട്. ഒരു MP-ക്ക് പോലും ഇത്തരത്തിലേക്ക് പോലീസ് നടപടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിണറായിയുടെ പോലീസ് അങ്ങേയറ്റം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോഴിക്കോട് നഗരത്തിലും പേരാമ്പ്രയിലും ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇന്നലെ DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മാനസപുത്രനാണ് ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ പോലീസ് എന്നതായിരുന്നു DCC പ്രസിഡന്റ് ആരോപണം. എത്രയും പെട്ടെന്ന് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ വീട്ടിന് മുന്നിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്റെ വീട്ടിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ തന്നെ LDF-ന്റെ വാർത്താ സമ്മേളനം ഇന്നലെ ഉച്ചയോടുകൂടി വിളിച്ചു ചേർത്തു. പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് സ്വീകരിച്ചത്. പറഞ്ഞത് MP തന്നെയാണ് ഇത്തരത്തിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയത്. പാലക്കാട്ട് നിന്നും കോഴിക്കോടേക്ക് MP-ആയി എത്തിയ അന്ന് മുതൽ ആരംഭിച്ചതാണ് ഇത്തരത്തിൽ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ MP തന്നെ നേരിട്ട് എത്തി പ്രവർത്തകരെ കൊണ്ട് വലിയ രീതിയിലേക്ക് സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടത് മാത്രമാണ്. പോലീസിന്റെ പ്രതികരണം സ്വാഭാവികമാണെന്നുമായിരുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. മറ്റൊരു തരത്തിലുള്ളതിലേക്കും പോകുന്നില്ല. 14-ാം തീയതി ഈ അക്രമ സംഭവങ്ങൾ ഈ കോഴിക്കോട് പേരാമ്പ്ര KGT കോളേജുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇത്തരത്തിൽ വീണ്ടും സംഘർഷം ഉണ്ടായത്. പേരാമ്പ്രയിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾ തുടരാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ആലോചിക്കുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ഉണ്ടായിരുന്നു. ഇന്നലെ പലയിടങ്ങളിലും മാർച്ചുകൾ, ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ കണ്ടതാണ്. എങ്ങനെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് പ്രതിഷേധങ്ങളിൽ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷേ പ്രതിഷേധ സദസ്സുകൾ അത് പലയിടത്തായിട്ട് സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ DCC തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയുക. MP ആണ് ഇത്തരത്തിലേക്ക് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചത്. MP-യുടെ നേതൃത്വത്തിലുള്ള പട തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ പോലീസിന്റെ പ്രതികരണം സ്വാഭാവികമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രാഷ്ട്രീയ വിശദീകരണ സദസ്സ് സംഘടിപ്പിക്കാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലായിരിക്കും മറ്റ് പ്രതിഷേധങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്നലെ തന്നെ IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. ഒപ്പം തന്നെ പേരാമ്പ്രയിൽ നടത്തിയ കോൺഗ്രസിന്റെ മാർച്ചും അങ്ങേയറ്റം സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോയിരുന്നു. എന്തായാലും ഇന്ന് മറ്റ് പ്രതിഷേധങ്ങളൊന്നും കോഴിക്കോട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷേ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ നേതൃ ക്യാമ്പ് ഇന്നലെയായിരുന്നു ആരംഭിക്കേണ്ടിരുന്നത്. KC വേണുഗോപാൽ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്. ആ സമയത്താണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലേക്ക് ഇത്തരത്തിൽ പോലീസ് ആക്രമിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആശുപത്രിയിൽ പോകേണ്ടയൊക്കെ സാഹചര്യത്തിൽ അത് മാറ്റിയിരുന്നു. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട്. നാളെ പ്രതിപക്ഷ നേതാവ് ജില്ലയിലെത്തി ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്ന തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രതിഷേധ പരിപാടികളൊക്കെ കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടി DCCയുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്, സുഹായ്. അഭിനന്ദ, ഒരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ പ്രതിഷേധമുണ്ട്, പോലീസുകാർക്കെതിരെയുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് സമാനമായ രീതിയിൽ തന്നെ പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? PDPP ആക്ട് അടക്കം LDF-ഉം UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഷാഫി പറമ്പിൽ MP-ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത്. സമാനമായി തന്നെ CPI നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ ജില്ലാ പോലീസിന്റെ തീരുമാനം. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഷാഫി പറമ്പിലിന് എതിരായിട്ടുള്ള കേസ് അന്യായമാണെന്ന് തന്നെയാണ് DCC ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതേസമയം CPM ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചുള്ള പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് പോലീസിന്റെ നടപടി. അപ്പോൾ അത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതിനകത്ത് മറ്റൊരു പ്രശ്നവുമില്ല. ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്നത് കോഴിക്കോട് ഒരു സമാധാന അന്തരീക്ഷത്തോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ ഇടമാണ്. അവിടേക്കാണ് വടകര MP ആയിട്ട് ഷാഫി പറമ്പിൽ എത്തുന്നത്. ഷാഫി പറമ്പിൽ എത്തിയതിനു ശേഷം ഓരോ ഔദ്യോഗിക പരിപാടികളിലും ഇത്തരത്തിലേക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. വടകരയിൽ അദ്ദേഹം ഓരോ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പേരാമ്പ്രയിൽ എത്തുമ്പോൾ അങ്ങനെ, കൊയിലാണ്ടിയിൽ എത്തുമ്പോൾ അങ്ങനെ, ഓരോ സ്ഥലത്തും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ നേതൃത്വം നൽകുന്ന MP ആണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിരോധമാണ് CPM തീർക്കുന്നത്. പക്ഷേ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സുഹൈൽ. YS അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നു. പ്രതീഷ്, എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം ഇതിനോടൊപ്പം ഉണ്ടോ? എന്താണ് പുതിയ അപ്ഡേറ്റുകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്? സുഹൈൽ, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. അത് യെല്ലോ അലർട്ടാണ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 15-ാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിലുള്ളവർ ഒരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ കേരള, ലക്ഷദ്വീപ് തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. വലിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ലെങ്കിൽ പോലും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് NDA സീറ്റ് ധാരണ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകും. 10 സീറ്റുകളെങ്കിലും നൽകണമെന്ന് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി ആവശ്യപ്പെട്ടുവെങ്കിലും 8 സീറ്റുകൾക്ക് അപ്പുറം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് BJP ഉള്ളത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ സീറ്റ് കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടുണ്ടോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സുഹൈൽ, ബീഹാറിൽ ഈ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സ്വീകരണം ആരംഭിച്ച ശേഷവും പ്രധാന 2 മുന്നണികളിൽ സഖ്യ ചർച്ചകൾ, സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനിടെ NDA സഖ്യത്തിലെ സീറ്റ് ധാരണ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇത്തവണ JDU BJPയേക്കാൾ 1 സീറ്റിൽ കൂടുതലായി മത്സരിക്കാനുള്ള ധാരണയുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. 102 സീറ്റുകളിൽ JDUവും 101 സീറ്റുകളിൽ BJPയും മത്സരിക്കാനാണ് നിലവിലുള്ള ധാരണ. അതേസമയം 35 സീറ്റുകൾ വേണമെന്ന ആവശ്യം അത് ഉന്നയിച്ചത് ചിരാഗ് പസ്വാൻ ആയിരുന്നു. അത് അംഗീകരിച്ചിട്ടില്ല. പകരം പരമാവധി 25 സീറ്റുകൾ എന്ന വാഗ്ദാനമാണ് ചിരാഗ് പസ്വാന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിതിൻ റാം മാഞ്ചി 15 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ HAM-ന് 8 സീറ്റുകൾ നൽകാം എന്നാണ് മുന്നണിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ. അതേസമയം ഉപേന്ദ്ര കുശ്വാഹയ്ക്ക് പരമാവധി 7 സീറ്റുകളായിരിക്കും നൽകുക എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ചർച്ചകൾ ഇപ്പോഴും അന്തിമഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തിങ്കളാഴ്ചയോടെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അത് 15ഓടെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഏറ്റവും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം മഹാസഖ്യത്തിലും സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് പരമാവധി 55 സീറ്റുകൾ എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഇടത് പാർട്ടികൾക്കായി 37 സീറ്റുകളും നൽകാം എന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം VIP-ക്ക് 10 സീറ്റുകൾ നൽകാം എന്നും കൂടാതെ ഈ പശുപതി പരസിന് 7 സീറ്റുകൾ എന്ന തരത്തിലുമാണ് ധാരണ. ഇത് സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് നിർണായക ചർച്ചകൾ മഹാസഖ്യത്തിന്റെ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കും. ഇന്ന് തേജസ്വി യാദവ് ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് സൂചന. ബലരാമ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ചതാണ് കോൺഗ്രസ്. അവരെ ഒരു 55 സീറ്റിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ അതിലൊരു അസ്വസ്ഥതകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് എവിടെയെങ്കിലും ഉയർന്നു വരുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? സുഹൈൽ, സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങൾ തന്നെയാണ് ഈ അന്തിമ ധാരണയിലേക്ക് എത്താൻ വൈകിയത്. ചർച്ച ദിവസങ്ങളോളം നീണ്ടത്. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിലും 19 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്.
എന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി 2 പുതിയ പാർട്ടികൾ കൂടി മുന്നണിയിലേക്ക് എത്തിയിട്ടുണ്ട്. പശുപതി പരസ് പാർട്ടി, ഇതോടൊപ്പം തന്നെയാണ് VIP. ഈ 2 പാർട്ടികൾക്കും ചില മേഖലകളിൽ കൃത്യമായ സ്വാധീനമുണ്ട്. ഉറപ്പായി ജയിക്കാൻ കഴിയുന്ന സീറ്റുകളുണ്ട് എന്ന് തന്നെയാണ് ഈ 2 പാർട്ടികളും മുന്നണിയിലെത്തുമ്പോൾ അത് മുന്നണിയുടെ സാധ്യതകളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് പ്രകടിപ്പിച്ച പാർട്ടികളാണ് CPIML. ഈ ഇടതു പാർട്ടികളും ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ എന്തായാലും കൂടുതൽ സീറ്റുകൾ CPIML-ന് നൽകാൻ ധാരണയായിട്ടുണ്ട്. 25ഓളം സീറ്റുകൾ, കഴിഞ്ഞ തവണ 19 സീറ്റുകൾ മത്സരിച്ചെങ്കിൽ ഇത്തവണ 25 സീറ്റുകൾ നൽകാം എന്ന ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. CPIM-നും 2 സീറ്റുകൾ കൂടുതലായി ഇത്തവണ ലഭിക്കും. അതേസമയം CPI കഴിഞ്ഞ തവണ മത്സരിച്ച 6 സീറ്റുകളിൽ തന്നെയായിരിക്കും ഇത്തവണയും മത്സരിക്കുക എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഇത്തരത്തിൽ ഇടതു പാർട്ടികൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ 2 പാർട്ടികൾ കൂടുതലായി എത്തിയതോടെയാണ് കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയാൻ ഇടയായത്. ബലറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്. സാങ്കേതിക സർവകലാശാല VC നിയമന പട്ടിക സർക്കാരിന് സമർപ്പിച്ചു. സുപ്രീംകോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് പട്ടിക കൈമാറിയത്. 3 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂർത്തിയായ അഭിമുഖത്തിന് ശേഷമാണ് പട്ടിക കൈമാറിയത്. 2 ദിവസം നീണ്ടുനിന്ന അഭിമുഖത്തിൽ 29 പേർ പങ്കെടുത്തു. സർവകലാശാലയുടെ നിലവിലെ VC K ശിവപ്രസാദ്, ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസ്, കണ്ണൂർ സർവകലാശാല VC KK സാജു എന്നിവരും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ഡിജിറ്റൽ സർവകലാശാല VC നിയമന പട്ടിക ഇന്ന് സർക്കാരിന് കൈമാറും. അന്താരാഷ്ട്ര വാർത്ത. ആഭ്യന്തര സംഘർഷ ഭീതിയിൽ ഗസയിലെ ഭരണത്തിനായി ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ അധികാര സംഘർഷങ്ങൾ എന്ന റിപ്പോർട്ടുകൾ. ആഭ്യന്തര സംഘർഷത്തിൽ ഹമാസ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവൻ ഇമാദ് അഖേലിന്റെ മകൻ കൊല്ലപ്പെട്ടു. ഗസയിൽ ഹമാസ് 7000 സായുധ പോരാളികളെ വിന്യസിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, ആളുകൾ തിരികെ എത്തുന്നു ഗസയിലേക്ക്. അപ്പോൾ ഇനി ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭരണം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ ഭരണത്തിലേറാൻ അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഭ്യന്തരമായി തന്നെ പല ഗ്രൂപ്പുകൾ സജീവമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹമാസിന്റെ നിലവിലെ നിലപാട് എന്താണ് ഇത് സംബന്ധിച്ച്? ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് സുഹേൽ. വെടിയൊച്ചകൾ ഗസയിൽ നിലച്ചെങ്കിലും ഇപ്പോൾ ഗസ ആഭ്യന്തര സംഘർഷത്തിന്റെ ഭീതിയിലാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഭരണ നിയന്ത്രണം സംബന്ധിച്ച് ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സംഘർഷത്തിൽ ഹമാസിന്റെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഹമാസ് 7000-ഓളം സായുധ സംഘത്തെ ഇപ്പോൾ ഗസയിൽ വിന്യസിച്ചു എന്നുള്ള വിവരവും ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന മുൻ നിശ്ചയിച്ച പിൻവാങ്ങൽ രേഖയിലേക്ക് ഇസ്രായേൽ പിന്മാറിയതിനു പിന്നാലെ വടക്കൻ ഗസയിലേക്ക് 5 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നുള്ള ഒരു വിവരം വരുന്നു. എന്തായാലും 2 വർഷത്തിന് ശേഷം ഗസയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുന്നതും നോക്കി ലോകം കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ആദ്യഘട്ട വെടിനിർത്തൽ പദ്ധതി അല്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയുടെ ആദ്യഘട്ടങ്ങളിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ഉച്ചകോടി നാളെ ഈജിപ്തിലെ ഷാമൽ ഷേഖിൽ നടക്കും. ആ ഉച്ചകോടിയിൽ 20 ലോക നേതാക്കൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. പ്രധാനമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അടക്കം 20 ലോക നേതാക്കൾ ആ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രവുമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ഈജിപ്തിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിലെത്തും. ഇസ്രായേലിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ടെൽ അവീവിൽ ഒരു റാലി ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മകൾ ഇവാങ്കയും മരുമകൻ ജെറാൾഡ് കുഷ്നനും അഭിസംബോധന ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ഹോസ്റ്റേജസ് ആർ കമ്മിങ് ഹോം, അവർ തിരിച്ചെത്തുകയാണ്. മാത്രമല്ല, ഇതിനെല്ലാം ശ്രമം നടത്തിയ ട്രംപിനെ അവർ ആ ഒരു റാലിക്കിടെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. മാത്രമല്ല, വടക്കൻ ഗസയിലേക്ക് 5000-ഓളം
5 ലക്ഷത്തോളം പേർ ഇപ്പോൾ തിരിച്ചെത്തി എന്നുള്ള വിവരവും വരുന്നുണ്ട്. എന്തായാലും ബന്ദിമോചനം സംബന്ധിച്ച സമയപരിധി ഉച്ചയ്ക്ക് 12-ന് നാളെ ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കും. എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ പ്രതികരണം വരുന്നത് രാവിലെ മുതൽ തന്നെ ബന്ദിമോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതികരണം വരുന്നത്. എന്തായാലും ഭരണ നിയന്ത്രണം സംബന്ധിച്ച് ഹമാസിനിടയിൽ ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടെന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതേസമയം ആദ്യഘട്ട വെടിനിർത്തൽ പദ്ധതിയുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഉച്ചകോടി നാളെ ഈജിപ്തിൽ നടക്കും. ഉന്മേഷ്, സുഹൈൽ. ഇപ്പോൾ ഈ ആഭ്യന്തര സംഘർഷം എന്ന് പറയുമ്പോൾ യുദ്ധം തളർത്തി കളഞ്ഞ ഒരു മേഖലയാണ്. അപ്പോൾ വീണ്ടും തർക്കങ്ങൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് മുന്നോട്ടേക്കുള്ള പോക്കിന് വലിയ തടസ്സമായി മാറുന്ന ഒന്നാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ നിലവിൽ ഗസയിൽ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമാണെന്നുള്ളത് തന്നെയാണ് വിവരം. അതിൽ ഹമാസിന്റെ മിലിറ്ററി ഇന്റലിജൻസ് തലവന്റെ മകൻ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഭരണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഭരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസ് തന്നെ ഒരു സായുധ സംഘത്തെ വിന്യസിച്ചു. അത്തരത്തിലുള്ള വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥയിലേക്ക് അത് പോകുമോ എന്ന് തന്നെയുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ് ലോകമുള്ളത്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഈ ഒരു ഹമാസിന്റെ അല്ലെങ്കിൽ ഭരണ കൈമാറ്റം സംബന്ധിച്ച് ഭരണ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ട, അതായത് വീടുകളും അതുപോലെ തന്നെ ബന്ധുക്കളും ഉറ്റവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. വീണ്ടും ഈ 2.5 വർഷത്തോളം നീണ്ട അശാന്തി വീണ്ടും അത് തുടരുമോ, അല്ലെങ്കിൽ ഗസയിൽ സമാധാനം പുലരുമോ, അത്രത്തോളം ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണുള്ളത്. എല്ലാവരും നാളെ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ബന്ദി കൈമാറ്റം സംബന്ധിച്ചും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഹമാസ് തന്നെ രാവിലെ മുതൽ ബന്ദിമോചനം സാധ്യമാകുമെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള ആശങ്കകളും ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്, സുഹൈൽ. കൂടുതൽ സന്ദർശക വിസകൾ അനുവദിച്ച് സൗദി അറേബ്യ. ദിവസം 55,000-ഓളം വിസകൾ എന്ന തോതിൽ ഇപ്പോൾ അനുവദിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമകനം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 2030 ആകുമ്പോഴേക്കും 15 കോടി വിദേശ സന്ദർശകരെയാണ് സൗദി ലക്ഷ്യം വെക്കുന്നത്. പല രീതിയിലുള്ള വിസിറ്റ് വിസകൾ, ഉംറ വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങി പല രീതിയിലുള്ള വിസകൾ വഴിയാണ് ഇത്രയും പേരെ പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ വിസകളൊക്കെ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുവദിക്കുന്ന വിസകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രതിദിനം ഏതാണ്ട് 55,000-ഓളം വിസിറ്റ് വിസകൾ അനുവദിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. അതായത് മിനിറ്റിൽ 39 വിസകൾ, ഓരോ 1.5 സെക്കൻഡിലും ഒരു വിസിറ്റ് വിസ എന്ന രീതിയിൽ സൗദി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. 2025 മൂന്നാം പാദത്തിലെ കണക്കനുസരിച്ച് ഈ 90 ദിവസത്തിനിടയിൽ സൗദി അനുവദിച്ചത് 50 ലക്ഷത്തിലേറെ വിസകളാണ് വിദേശികൾക്ക്. ഇതിൽ 32.7 ലക്ഷം, അതായത് 65% ഉംറ വിസകളാണെന്നും റിപ്പോർട്ട് പറയുന്നു. 6 ലക്ഷത്തിലേറെ ടൂറിസ്റ്റ് വിസകളും 5 ലക്ഷത്തോളം ഫാമിലി വിസിറ്റ് വിസകളും അനുവദിച്ചു. ഇതിനു പുറമെ ട്രാൻസിറ്റ് വിസയും ഉണ്ട്. അതായത് 96 മണിക്കൂർ സമയം പുറത്തിറങ്ങാൻ അനുവദിക്കുന്ന സൗദി വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് 96 മണിക്കൂറിൻ്റെ ട്രാൻസിറ്റ് വിസയും അനുവദിക്കുന്നുണ്ട്. ഈ ട്രാൻസിറ്റ് വിസ വഴിയും ഉംറ നിർവഹിക്കാനും സൗദിയുടെ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനുമൊക്കെ അനുമതിയുണ്ട്. ആഗോള ടൂറിസം കേന്ദ്രമായി സൗദിയെ മാറ്റുക എന്നതാണ് സൗദി ടൂറിസം മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. ഉംറ തീർത്ഥാടകർക്ക് പുറമെ ഇപ്പോൾ സീസൺ ഫെസ്റ്റിവലിലേക്ക്, ഇപ്പോൾ റിയാദ് സീസൺ ഫെസ്റ്റിവൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഇങ്ങനെയുള്ള സീസൺ ഫെസ്റ്റിവലിലേക്കും അതോടൊപ്പം തന്നെ ചരിത്ര സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശ സന്ദർശകരെയാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ഇനി നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ചർച്ചയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പങ്കെടുക്കും. ദ്വിരാഷ്ട്ര നിലപാടിൽ ഉറച്ചായിരിക്കും മക്രോൺ ചർച്ചകളിൽ പങ്കാളിയാവുകയെന്ന് ഫ്രാൻസ്. സുഡാനിലെ എൽ ഫഷറിൽ പാരാമിലിറ്ററി ട്രൂപ്പായ RSF നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് സിവിൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ വ്യക്തമാക്കി. അമേരിക്കയിലെ മിസിസിപ്പിയിൽ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്ക്. മേഖലയിലെ സ്കൂൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ജനക്കൂട്ടത്തിന് നേർക്കാണ് വെടിവെപ്പുണ്ടായത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതനായ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് ചികിത്സ തുടരുന്നതായി വക്താവ്. റേഡിയേഷൻ, ഹോർമോൺ ചികിത്സയാണ് നടക്കുന്നതെന്നാണ് വക്താവ് അറിയിച്ചിരിക്കുന്നത്.
ദക്ഷിണ ലെബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ, 7 പേർക്ക് പരിക്ക്. ഹിസ്ബുള്ള ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം, രാഷ്ട്രീയ അടവ് നയമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയെയും ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മധ്യ കേരളത്തിൽ കരുത്ത് തെളിയിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. സമയത്തിന് കോടതിയിൽ പോകാതെ അവരവസാനം കുറ്റം കൊണ്ട് ഗവൺമെന്റിലെ ചാരി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. മതസാമുദായിക സംഘടനകൾ വിരട്ടാൻ നോക്കേണ്ട എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പഴയ നിലപാട്. എന്നാൽ ആഴ്ചകൾക്കിപ്പുറം ആ നിലപാട് അപ്പാടെ മാറ്റുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഒരാഴ്ചക്കിടെ തന്നെ 2 സഭാധ്യക്ഷന്മാരുമായി നിർണായക കൂടിക്കാഴ്ചകളും നടത്തി. സഭകളുടെ ആശങ്കകൾ പരിഹരിച്ച് സൗഹൃദത്തിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സഭയെ കൂടുതൽ ചൊടിപ്പിക്കേണ്ടതില്ല എന്നു തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദവും ഇതിൽ നിർണായകമായി. മധ്യകേരളത്തിൽ ശക്തി തെളിയിക്കണമെങ്കിൽ സഭയുടെ പിന്തുണ ആവശ്യമാണ് എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. ശബരിമല വിഷയത്തിലടക്കം NSS നൽകുന്ന പിന്തുണ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. SNDPയുടെ നിലപാട് നിലവിൽ LDFന് അനുകൂലമാണ്. ഇതിനൊപ്പം ക്രൈസ്തവ സഭകളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഏറെ സങ്കീർണമായ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് സഭകൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 24 കോട്ടയം. ഉടനടി നടപടി എന്ന നയം കൊണ്ട് ശ്രദ്ധേയനാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തെത്തിയ KB ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകൾക്കെതിരെയും സമാന നടപടി സ്വീകരിച്ചു. കോതമംഗലത്തെ KSRTC ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനമാണ് രംഗം. ഉദ്ഘാടകൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ബസ് ടെർമിനൽ കണ്ട് ആസ്വദിച്ച വേദിയിൽ വിശിഷ്ടാതിഥികൾക്കൊപ്പം എല്ലാവരും ഇരിപ്പായി. സ്ഥലം MLA ആമുഖ പ്രസംഗം നടത്തുന്നതിനിടയിൽ സ്വകാര്യ ബസ് ഹോണടിച്ച് തൊട്ടടുത്ത പ്രൈവറ്റ് സ്റ്റാൻഡിൽ രംഗപ്രവേശനം ചെയ്തു. ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വകുപ്പ് മന്ത്രിയും വേദിയിലിരിക്കുന്നതിനിടെയാണ് സംഭവം. പിന്നെ പറയേണ്ടതില്ലല്ലോ. ബസ് ഇപ്പം വളരെ ഓവർ സ്പീഡിൽ സ്റ്റാൻഡിനകത്തേക്ക് വന്നു. അതേപോലെ ഹോണടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് ഇറങ്ങി പിടിച്ചേക്കുക. നമുക്ക് നിയമപരമായി അത് വേണം. സ്റ്റാൻഡിൽ നിന്നും മടങ്ങിയ പ്രൈവറ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ പെർമിറ്റും റദ്ദാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. സംഭവം അങ്ങനെ പുകിലായി നടക്കുന്നതിനിടയിൽ അടുത്ത ബസ്സും സമാന രീതിയിൽ കടന്നുവന്നു. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർക്കും കൊടുത്തു അതേ ശിക്ഷ. വാഹനത്തിന്റെ ഹോൺ ജാമായതാണെന്ന് പറഞ്ഞപ്പോൾ സ്പീഡിനെ കുറിച്ച് മന്ത്രിയുടെ ചോദ്യം. വണ്ടിയുടെ സ്പീഡോ? റോഡിൽ നിയമലംഘനം നടത്തുന്നവരെ പിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയില്ലെങ്കിൽ അവരെ പിടിക്കാൻ ഗതാഗത വകുപ്പ് കമ്മീഷണർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി. വാക്കാൽ പറഞ്ഞു പോകൽ മാത്രമല്ല, നടപടിക്ക് വേഗം വേണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. 24 ഇടുക്കി. ഇനി നോക്കാം ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ചാലിയാർ പുഴയിലാണ് മത്സരം. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വടകര ജനതാ ആശുപത്രിയിൽ ഇന്ന് സൗജന്യ ശിശുരോഗ ക്യാമ്പ്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. കാസർകോട് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണം ഇന്നും തുടരും. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് KSTP റോഡിലേക്കുള്ള ഫ്രീ ലെഫ്റ്റ് റോഡ് അറ്റകുറ്റപ്പണിക്ക് അടച്ചതിനാലാണ് ഗതാഗത നിയന്ത്രണം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം തൊഴിൽമേള ഇന്ന് നടക്കും. രാവിലെ 9 മണി മുതൽ കുന്നിക്കോട് ആവണീശ്വരം EPPM VHS സ്കൂളിലാണ് തൊഴിൽ മേള. കോഴിക്കോട് കള്ളന്തോട് കൂളിമാട് റോഡിൽ നാളെ മുതൽ ഗതാഗത നിരോധനം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് റോഡ് അടച്ചത്. വാഹനങ്ങൾ മാവൂർ കട്ടാങ്ങൽ വഴിയോ ചുള്ളിക്കപ്പറമ്പ് കൊടിയത്തൂർ പുൽപ്പറമ്പ് മണാശ്ശേരി വഴിയോ പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ വമ്പൻ പോരാട്ടം. ഉച്ചകഴിഞ്ഞ് 3:30 വിശാഖപട്ടണത്താണ് മത്സരം. വനിതാ ലോകകപ്പിൽ ഇന്ന് സൂപ്പർ സൺഡേ. കിരീടപ്പോരിൽ മുൻനിരയിലുള്ള ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ആതിഥേയരായ ഇന്ത്യയും മുഖാമുഖം. ആദ്യ 2 മത്സരവും ജയിച്ച് മിന്നും തുടക്കം കിട്ടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കയ്യിലിരുന്ന കളി കൈവിട്ടതിന്റെ ഞെട്ടലാണ്. 81 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായി പതറിയ പ്രോട്ടീസ് വിമൻസ് അവസാനം ആഞ്ഞടിച്ച 3 വിക്കറ്റിന് ഇന്ത്യയെ വീഴ്ത്തുകയായിരുന്നു. സ്മൃതി മന്ദാന, ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, പ്രതിക റാവൽ, ജമീമ റോഡ്രിക്സ് എന്നിവരടങ്ങിയ ടോപ്പ് ഓർഡർ താളം കണ്ടെത്താത്തതാണ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നം. ആദ്യ കളികളിൽ രക്ഷകരായ സ്പിന്നേഴ്സ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിറം മങ്ങിയതും തിരിച്ചടിയായി. കണക്കുകളിലും കരുത്തിലും ഓസ്ട്രേലിയ മുന്നിലെങ്കിലും തുടർച്ചയായ 2ാം തോൽവി ഒഴിവാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. അതേസമയം 8ാം കിരീടത്തിലേക്ക് ആധികാരികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മുൻനിര തകർന്നിട്ടും തിരിച്ചുവന്ന വമ്പൻ ജയം നേടിയ ഓസ്ട്രേലിയ എന്തുകൊണ്ട് മൈറ്റി ഓസീസ് എന്ന പേരിന് അർഹരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കിടിലൻ ബാറ്റിംഗ് നിരയും തീപ്പൊരി ബൗളിംഗ് നിരയും അടങ്ങിയ ഓസീസിനെ വീഴ്ത്താൻ ഇന്ത്യ ഒരു പിഴവ് പോലുമില്ലാതെ കളിക്കേണ്ടി വരും. സ്പോർട്സ് ഡെസ്ക് 24. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ലീഡെടുക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. 4 വിക്കറ്റിന് 140 റൺസ് എന്ന നിലയിൽ 3ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുന്ന വിൻഡീസ് 378 റൺസ് പിന്നിലാണ്. വിൻഡീസിനെ കുറഞ്ഞ സ്കോറിൽ വീഴ്ത്തി ഫോളോ ഓൺ ചെയ്യിച്ച് ഇന്നിംഗ്സ് ജയമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 31 റൺസുമായി ക്രീസിലുള്ള ഷായ് ഹോപ്പിലാണ് വിൻഡീസിന്റെ പ്രതീക്ഷ. ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 518 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. വയനാട്ടിലെ പ്രധാന ക്ഷേത്രമായ വള്ളിയൂർക്കാവിൽ നിന്ന് ചന്ദനമര കഷ്ണങ്ങൾ കാണാതായതായി BJP ആരോപണം. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോയോളം തടിക്കഷ്ണങ്ങൾ 2022 കാണാതായെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് BJP നേതാക്കൾ പറയുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പരാതി. ക്ഷേത്രാവശ്യങ്ങൾക്കായി മുറിച്ചു സൂക്ഷിച്ച ചന്ദനത്തടികൾ കാണാതായെന്നാണ് ആരോപണം. 2022 കാലത്ത് 50 കിലോയോളം തടികൾ കാണാതായെന്നാണ് BJP ആരോപിക്കുന്നത്. ഇക്കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ഉത്സവചന്ത ലേലം ചെയ്ത വകയിൽ 25 ലക്ഷം രൂപ ക്ഷേത്രത്തിന് ലഭിക്കാനുണ്ട് എന്നും പരാതിയുണ്ട്. വയനാടിന്റെ ദേശീയോത്സവമായ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ 2022 ചന്ത ലേലത്തിന് പോയിട്ടുള്ള 25 ലക്ഷം രൂപ ഇതുവരെ ദേവസ്വം ബോർഡിന് തിരിച്ച് കിട്ടിയിട്ടില്ല. വില്ലേജ് ഓഫീസർ വന്ന് വാലുവേഷൻ നടത്തി മുറിച്ച് സ്റ്റോർ റൂമിൽ ഏൽപ്പിച്ചിട്ടുള്ള ചന്ദനം ഇപ്പോൾ കാണുവാനില്ല. ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായി BJP മുന്നോട്ട് വരും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്ര ജീവനക്കാരൻ മദ്യപിച്ചെത്തിയത് കൈയോടെ പിടികൂടിയതാണ് ഇപ്പോഴത്തെ ആക്ഷേപങ്ങൾക്ക് പിന്നിലെന്നും ആരോപണമുണ്ട്. 24 വയനാട്. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം. നേരത്തെ കനേഡിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലെത്തി സുരക്ഷാ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യൻ സന്ദർശനത്തിനു ശേഷം കനേഡിയൻ വിദേശകാര്യമന്ത്രി സിംഗപ്പൂരും ചൈനയും സന്ദർശിക്കും. അതിനിടെ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ തുടരുകയാണ്. ഇന്ന് പൾസ് പോളിയോ ദിനാചരണമാണ്. എറണാകുളം ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ള 1,89,307 കുട്ടികൾക്ക് ഇന്ന് പോളിയോ തുള്ളിമരുന്ന് നൽകും. സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ, അങ്കണവാടികൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 1940 ബൂത്തുകൾ പ്രവർത്തിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മെട്രോ സ്റ്റേഷനുകൾ, എയർപോർട്ട് എന്നിവിടങ്ങളിലായി 40 കേന്ദ്രങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകളും ക്രമീകരിച്ചു. ആളുകൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിനായി 64 മൊബൈൽ ടീമുകളെയും സജ്ജമാക്കി. പൾസ് പോളിയോ ദിനത്തിൽ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും തൊട്ടടുത്തുള്ള ബൂത്തിലെത്തിച്ച് പോളിയോ തുള്ളിമരുന്ന് നൽകണം. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്തവർക്ക് ആരോഗ്യ പ്രവർത്തകർ അടുത്ത 2 ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡെന്ന ഇടുക്കിയിലെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ്. PMGSY പദ്ധതിയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വനമേഖലയിലൂടെ കടന്നുപോകുന്നതുമായ ഏക റോഡിന്റെ നിർമ്മാണമാണ് തുടങ്ങുന്നത്. മലയോര മേഖലയുടെ കുടിയേറ്റകാല ചരിത്രം പേറുന്നതാണ് മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ്. കൈതപ്പാറയും മക്കുവള്ളിയും മനയത്തടവും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന വനത്തിലൂടെയുള്ള റോഡ് ടാർ ചെയ്യണമെന്നതായിരുന്നു ആവശ്യം.
കേന്ദ്ര സർക്കാരിന്റെ PMGSY പദ്ധതിയിൽ 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വനം വകുപ്പ് അനുമതി നൽകിയില്ല. നിലവിലുള്ള റോഡ് നവീകരിക്കലാണ് ഇപ്പോഴത്തെ നടപടി. അതിൽ വനം വകുപ്പിനും എതിർപ്പില്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്ന തലമുറകളിൽപ്പെട്ടവർ നടന്നു വന്ന കുടിയേറ്റത്തിൻ്റെ ഒരു വഴിയായത്. ഇന്ന് എല്ലാ കക്ഷി നേതാക്കന്മാരും എല്ലാ ജനപ്രതിനിധികളുള്ള ഈ വേദി വെച്ച് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും അംഗീകരിക്കുന്നതും ഈ നാടിനോടുള്ള ബഹുമതിയും ആദരവും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം മനസ്സിലൂടെ തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് സബലീകരിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കും. 14,82,00,000 രൂപയാണ് പണികൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെയധികം പിന്തുണ നൽകുന്ന എന്ന് വെച്ചാൽ ഇനി തുടർന്ന് ഈ വിധത്തിലുള്ള ധാരാളം റോഡുകൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുണ്ട്. ഈ പദ്ധതിയുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും MP എന്നുള്ള നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. 2 റീച്ചുകളിലായി 3.75 മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇരുവശങ്ങളിൽ ഐറിഷ് ഓടകളും ഉണ്ടാകും. റോഡിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങും. 24 ഇടുക്കി. തിരുവനന്തപുരത്ത് നടക്കുന്ന 24 ഡ്രീം ഹോം എക്സ്പോ ഇന്ന് സമാപിക്കും. ലുലു മാളിൽ നടക്കുന്ന എക്സ്പോയിൽ 30-ലധികം ബിൽഡേഴ്സുകളിൽ നിന്നായി 100-ലധികം സൂപ്പർ ലക്ഷറി പ്രൊജക്ടുകളാണ് പ്രദർശിപ്പിക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ഉഷാ ശ്രീകണ്ഠൻ അവരുടെ പത്രിക തെളിയിച്ചു. കൺവീനർ ജനറൽ ശ്രീ SM രഘുചന്ദ്രൻ നായർ. നല്ല വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അതെങ്ങനെ വിശ്വാസ്യതയോടെ വാങ്ങണമെന്ന് ആശങ്കപ്പെടുന്നവർക്കുമാണ് 24 ഡ്രീം ഹോം എക്സ്പോ വിശാലമായ വേദിയൊരുക്കുന്നത്. 30-ലധികം ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്ന അത്യാധുനിക ലക്ഷറി പ്രൊജക്ടുകളാണ് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിലും സങ്കല്പത്തിലുമുള്ള നല്ല വീടുകൾ അണിയിച്ചൊരുക്കാനും നല്ല വീടുകളിലെ നല്ല ബിൽഡേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും ഒരു വാതായനമായി 2 ദിവസങ്ങളായി ഇന്നും നാളെയും നടക്കുന്ന ഈ 24 ഡ്രീം ഹോം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മീഡിയ ലാബ്, ക്രെഡായി എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷാ ശ്രീകണ്ഠൻ നായർ, പ്രോപ്പർട്ടി എക്സ്പോ കൺവീനർ ബിജു സദാശിവൻ, ക്രെഡായി കൺവീനർ ജനറൽ SN രഘുചന്ദ്രൻ നായർ, തിരുവനന്തപുരം ക്രെഡായി പ്രസിഡന്റ് അരുണയ്യപ്പൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഷോ 24 ചാനൽ മുന്നോട്ട് വരുന്നതും ആദ്യമായിട്ടാണ് പ്രോപ്പർട്ടി ഷോ അവിടെ എനിക്ക് പറയാം മെയ്ഡൻ ഷോ എന്ന് പറയാം. ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് ക്രെഡായി ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നതായിരിക്കും. IT ആണെങ്കിലും ITയുടെ ഗ്രോത്ത് ആണെങ്കിലും വിഴിഞ്ഞം ഹാർബറിൻ്റെ പോർട്ടിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും പല ഈ ഹോട്ടൽസിൻ്റെ ആണെങ്കിലും ട്രിവാൻഡ്രം ഒരു വളരെ ചൂസി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് 24 ഡ്രീം ഹോം എക്സ്പോയിലേക്ക് എത്തുന്നത്. 24 തിരുവനന്തപുരം. വീണ്ടും ഡിജിറ്റൽ തട്ടിപ്പ് എന്നുള്ള വാർത്ത ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. 5,70,70,000 രൂപയാണ് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കവർന്നത്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യപ്പെടുത്തിയ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. ഫോർട്ട് കൊച്ചി പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന് കൊച്ചി ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആധുനിക കാലത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് സാങ്കേതിക സംരംഭങ്ങൾ പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് കൊല്ലത്ത് നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോ. അന്താരാഷ്ട്ര കമ്പനികൾ മുതൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കമ്പനികൾ അണിനിരക്കുന്നതാണ് എക്സ്പോ. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങളുടെ വമ്പൻ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ കുതിച്ചുചാട്ടം ഒറ്റക്കുടക്കീഴിൽ ഒരുക്കുകയാണ് എക്സ്പോ. ആദ്യമായിട്ടാണ് കൊല്ലത്ത് ഇത്തരമൊരു മേള എത്തുന്നതെന്ന് സംഘാടകർ. പ്രളയവും കോവിഡിനു ശേഷം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം വളരെ വലുതായിട്ട് വളർന്നു. അപ്പോൾ ഈ കൊല്ലം ജില്ലയിലുള്ള സൗണ്ടുകാർക്ക് വേണ്ടി ഇന്റർനാഷണൽ നിർമ്മിതമായ, അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ലോകോത്തര മേന്മയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇനിയെങ്കിലും ഇവരുടെ രക്ഷ അത് നമ്മൾ ഈ എക്സ്പോ നടത്തുന്നത് തന്നെ
ക്ഷേത്ര കമ്മിറ്റിക്കാരെ, ആഘോഷ കമ്മിറ്റിക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയാണ്. ശബ്ദമലിനീകരണം കുറയ്ക്കുന്ന പുത്തൻ ശബ്ദ സംവിധാനം മേളയിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പ്രമുഖ ബ്രാൻഡുകളുടെ ഉപകരണങ്ങൾ, ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് ആവശ്യമായ സാധനങ്ങൾ, ആധുനിക രീതിയിലുള്ള ശബ്ദ സജ്ജീകരണങ്ങൾ, കേബിളുകൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ ശേഖരവും മേളയിലുണ്ട്. ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് മേളയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടത് ഈ കൊല്ലം ജില്ലയിലെ എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും ഇത് സന്ദർശിച്ചു. ഏകദേശം 6000-ഓളം പേര് സന്ദർശിച്ചു. ഏകദേശം ഒരു 2 കോടി രൂപയുടെ പർച്ചേസിംഗ് നടന്നുകൂടെ. പുതിയ തലമുറയ്ക്ക് തൊഴിൽ സാധ്യത കൂടി കണ്ടെത്തുന്നതിന് മേള സഹായകമാകുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ മേള മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. 24 കൊല്ലം. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.